കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ദൈവത്തിന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? സന്തോഷം മാത്രം കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അനേക കടന്നുകൾ കണ്ടിട്ടുള്ളൂ. ജോലി മേഖലയിലായിരിക്കുന്നു. സ്തോത്രം. കടന്നു ഒരുപാട് ആദരിക്കുന്നവർ വേഗത്തിൽ കടന്നു വരുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പകൽക്കാലം നമ്മൾ വായിച്ച സങ്കീർത്തനം 141 സങ്കീർത്തനമായിരുന്നു. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. സ്തോത്രം. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ ഇതിന്റെ ഈ സാരാംശം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ദാവീദ് എന്ത് ചെയ്യാണ്? ദൈവത്തോട് ദുഷ്ടന്റെ പരീക്ഷയിൽ അകപ്പെട്ടു പോകാത്തവണ്ണം, ദുഷ്ടന്റെ വളയിൽ അകപ്പെട്ടു പോകാത്തവണ്ണം ദൈവമേ എന്നെ കാത്തു സൂക്ഷിക്കണമേനുള്ള ആ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ, 1-2 വാക്യം വായിച്ചേ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. യഹോവേ, ഞാൻ നിന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു. വായിച്ചേ. എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നത്? ധൂപമായും. എന്റെ കൈകളെ മലർത്തുന്നത് എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ ഒരു ഉറപ്പ് ഇല്ലേ, ദാവീദ് ദൈവത്തിന് സന്നിധിയിൽ അവൻ കഴിക്കുന്ന ആ പ്രാർത്ഥന ദൈവത്തിന് എങ്ങനെയായിരിക്കുന്നത്? ധൂപമായിരിക്കുക അല്ലേ? ധൂപം, ഇൻസെൻസ് അല്ലേ? ദൈവത്തിന് സന്നിധിയില് അവൻ ഉയർത്തുന്ന പ്രാർത്ഥന എന്ത് ചെയ്യുക? ധൂപമായിട്ടിരിക്കുക. ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രാർത്ഥന ഈ ദാവീദ് എന്ത് ചെയ്യുവാണ്? ദൈവത്തിന് സന്നിധിയിൽ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ആദ്യം ഒന്നാമത് എന്തുവാണ്? സ്വന്തം ദുഷ്ടന്റെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നീ എന്റെ അപേക്ഷ കേൾക്കണം. വായിച്ച ഒന്നാമത് വീണ്ടും. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, വിളിച്ച് അപേക്ഷിക്കുന്നു, എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണം. എന്റെ അപേക്ഷ കേൾക്കണം അല്ലേ? അതായത് ദുഷ്ടന്റെ വളയിലുണ്ട് അല്ലേ? സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പഴയ നിയമകാലത്തിൽ ദാവീദ് പറയുന്നത് എന്തുവാണ്? സ്വത്രം. ഈ അവരുടെ ഈ ശത്രുക്കൾ അല്ലേ, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് എന്നെ വിടുവിക്കുമ്പോഴേ ഈ ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ സ്വത്രം. നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? അടുത്തിരിക്കുന്ന ഈ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനാണോ? ഇന്ന് എനക്കെതിരായിട്ടിരിക്കുന്ന എന്റെ സൂപ്പർവൈസർ, അവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവേ കർത്താവേ, അവൻ എന്തെങ്കിലും അവനെ ബന്ധിക്കുന്നവേ കർത്താവ്, അവനാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരാണ്? സ്വത്രം. ദുഷ്ട പിശാചിനെ എന്തെങ്കിലും പ്രൈസ് ദി ലോർഡ്. സ്വത്രം. എന്റെ ജീവിതത്തിലിരുന്ന് അവന്റെ വളയിൽ അകപ്പെട്ടു പോകാത്ത വണ്ണം, അവന്റെ പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ വണ്ണം, അവന്റെ ടെംപ്ടേഷനിൽ അകപ്പെട്ടു പോകാത്ത വണ്ണം എന്നെ എന്ത് ചെയ്യും? എന്നെ കാത്തു സൂക്ഷിക്കണമേനുള്ള അങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് വെച്ചാൽ വിശുദ്ധിയോടെ എന്നെ കാക്കണമേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധിയോട് എന്നെ കാക്കണമേ. അങ്ങനെ ഹിതമല്ലാത്ത നിങ്ങളെ രാത്രികാലം കേട്ടതുപോലെ പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ ഇന്ന് രാത്രികാലം വചനത്തിലൂടെ കേട്ടതുപോലെ അപ്പൊ ആ പിശാചിന് ഇടം കൊടുക്കാത്ത വണ്ണം എന്നെ വിശുദ്ധിയോട് കാക്കണമേന്നുള്ള ഒരു പ്രാർത്ഥന ഉയരുമ്പോഴാണ് എന്തായിത്തീരുന്നത്? ആ പ്രാർത്ഥന ദൈവത്തിന് ധൂപമായി തീരുന്നത്. ദൈവത്തിന് ധൂപമായി തീരുന്നത്. മനുഷ്യന് സ്വന്തം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് ധൂപമായിരിക്കുമോ? വന്നോ പ്രാർത്ഥിക്കാൻ? ഇല്ല, അങ്ങനെയായി തീരും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മുടെ കാര്യം മാത്രം നമ്മൾ ഈ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വന്തം ദൈവ മക്കളെ കുറിച്ചോ ദൈവരാജ്യത്തിന് കട്ടുമാണ പണിക്ക് വേണ്ടിയോ പ്രൈസ് ദി ലോർഡ് അവർക്ക് വേണ്ടി യാതൊരു ഒന്നും പ്രാർത്ഥിക്കാതെ എപ്പോഴും നമ്മുടെ കാര്യം മാത്രം. അതുകൊണ്ടാണ് സ്വന്തം ഈ പ്രിയ സ്വന്തം ദാസിയോട് എന്ത് ചെയ്തു? ഈ പകരം പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ദൗത്യം എന്തുവാണ് മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ വാക്കുതത്വങ്ങളെ നിവൃത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ നമ്മൾ വായിച്ച് കേട്ടതുപോലെ ദൈവത്തിന് അത് ധൂപമായി തീരും. ധൂപമായി തീരും അല്ലേ? സോ നമ്മൾ കൈകളെ ഉയർത്തുന്നത് എങ്ങനെയായിരിക്കും? ദൈവത്തിന് സന്ധ്യ യാഗമായി തീരും.
അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇന്ന് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. മരിച്ച സ്തോത്രം അത് നമ്മുടെ ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ, ഇല്ല ദൈവരാജ്യ കട്ടുമാന പണിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യത്തെ ആർ നോക്കിക്കൊള്ളു? ദൈവം നോക്കിക്കൊള്ളു. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ, മുന്നമേ ദൈവത്തിന്റെ രാജ്യത്തെയും നീതിയെയും അന്വേഷിപ്പിൻ, എന്നാൽ അതോടുകൂടി നിങ്ങൾക്ക് സകലവും നൽകി തരണം ദൈവം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? അത് വിട്ടു. അത് വിട്ടിട്ട് എന്ത് ചെയ്യുവാണ്? ഇതിന്റെ പുറകെ പോകുക. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ കിട്ടും? ഇതെങ്ങനെ കിട്ടും? ദൈവ മക്കളെ സംബന്ധിച്ച് ലോക മനുഷ്യരെ കുറിച്ചല്ല പറയുന്നത്. ലോക മനുഷ്യർക്ക് അവർക്ക് വേറെ ഫോർമുലയാ. പക്ഷെ ദൈവ മക്കളായി നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നതുമാണ് സ്വതന്ത്രം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോക മനുഷ്യർക്ക് ഈ ലോകത്തോട് അവരുടെ പരിപാടികൾ നമ്മൾ അങ്ങനെയാണ് നിത്യമായി നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ്. നിത്യമായി സ്വർഗത്തിൽ ദൈവനാമത്തെ ഉയർത്തിക്കൊണ്ട്, അല്ലെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മള് നിത്യമായി ജീവിക്കേണ്ടവരാണ്. അപ്പോ അങ്ങനെ സ്വന്തം നമ്മളെല്ലാം ആഗ്രഹിച്ചായിരിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മള് പ്രയത്നമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ എന്റെ ജീവിതത്തിൽ എന്റെ പ്രാർത്ഥന ഏത് രീതിയിലായിരിക്കും എന്നാണ് ഈ പകൽക്കാലം ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? ഈ ദിവസം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അത് ധൂപമായി തീരണം. വിശുദ്ധിയോടെ നമ്മുടെ കരങ്ങളെ ഉയർത്തുമ്പോൾ അത് ദൈവത്തിന് സന്ധ്യായാഗമായി തീരണം. അപ്പൊ ആ ഒരു സ്വതന്ത്രം അനുഭവം ഇല്ല, ആ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് നമ്മുടെ ആവശ്യം ഒന്നും പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ആദ്യമായിട്ട് ആർക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ദൈവരാജ്യത്തിന് വേണ്ടി, അല്ലേ? നമ്മൾ ദൈവസഭയിലായിരിക്കുമ്പോൾ ദൈവസഭയിൽ ഇരിക്കുന്ന ദൈവസഭയുടെ വിഷയങ്ങൾ, ദൈവ മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഇല്ലേ സ്വതന്ത്രം, അപ്പൊ അതിനുവേണ്ടി തീരും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഈ സഹോദരന്മാർ വരുന്നില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ? സുന്ദരമായി വന്നിട്ടില്ല, ഇന്നലെ രാത്രി വന്നിട്ടില്ല, ഇന്ന് വന്നിട്ടില്ല. സഹോദര ഉണ്ടോ? ഇല്ല, എല്ലാ കാര്യങ്ങളും ദേവദാസൻ തന്നെ ചെയ്യണോ? ആരെങ്കിലും വിളിച്ച് ചോദിച്ചു? നാസർമായി വരുന്നില്ല, ലേറ്റായിട്ട് ശ്രുതിക്ക് വന്നു. അജു ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറേ വിളിച്ച് മെസ്സേജ് അയച്ചു. ഇപ്പൊ ഇല്ല, ഞാൻ വന്ന ഈ 2 മാസമായിട്ട് പോയാൽ എനിക്ക് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ വരാൻ വരും, നാളെ വരും. പക്ഷെ ആള് വരുന്നില്ല, എന്തുകൊണ്ട് അറിയത്തില്ല. പുള്ളി നാട്ടിലെ ചില ഫാമിലിന്റെ ചില ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതിനും ഇത് ഞാൻ വന്നല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പോയി അവിടെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റഹിമുള്ള അവസ്ഥ അറ്റ്ലീസ്റ്റ് പോയി നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യണം? പോയി കാണണം. ഇവിടെ രഞ്ജി പിള്ളേരുണ്ട്, ഇപ്പം വണ്ടി ഉണ്ടല്ലേ? അപ്പൊ പറ്റുന്നില്ല. ഇന്ന് തന്നെ എന്ത് ചെയ്യുക? പുള്ളിക്ക് ഇന്ന് ഓഫറല്ലേ? അപ്പൊ ഇന്ന് വൈകിട്ട് രഞ്ജി പിള്ളേരുടെ കൂടെ ജേക്കബ് ബ്രദർ, അച്ചായൻ, ജാൻസൺ ബ്രദർ, ഷൺമുഖം ബ്രദർ എന്ത് ചെയ്യണം? നിങ്ങൾ പോകുന്ന വഴിക്കോ അത് വിളിച്ചിട്ട് പുള്ളി റൂമിൽ ചെല്ലണം. ചോദിക്കുക, എന്താ സഹോദരൻ, എന്താ വരാത്ത, എന്താ പ്രശ്നം പറയാണ്ട് അവിടെ വെച്ച് സഹോദരൻ പ്രാർത്ഥിക്കുക. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. വന്നാ ഇല്ലെങ്കിൽ വന്നാ പിന്നെ സ്നേഹവും കട്ടിപ്പിടിയും ഉമ്മയും അതോടെ അത്രയേ ഉള്ളൂ. പിന്നെ പോയാ പോക്ക, അത്രയേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യും? പവിത്രൻ വരുന്നില്ല. എത്ര പേര് വിളിച്ചു? ജാൻസൺ പേര് വിളിക്കാറിഞ്ഞു, കണക്കറിയാം. വേറെ ആരെങ്കിലും വിളിച്ചു? വന്നിട്ട് 1 മാസമായി. ജോയൽ സ്നാനപ്പെടുന്ന ആ സമയം വന്നത് 1 മാസത്തിന് കൂടുതലായി. ആരെങ്കിലും വിളിച്ചു? ഇത് ആരാ വിളിക്കേണ്ടത്? അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യത്തില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വതന്ത്രം അത് ഒരിക്കലും ധൂമായി തീരത്തേ. ഞാൻ കുറേ വിളിച്ചു പവിത്രനെ. വിളിച്ചിട്ട് പിന്നെ വായ്സ് മെസ്സേജ് അയച്ചു. അവസാനം 2 ദിവസം മുമ്പ് വായ്സ് മെസ്സേജിന് റിപ്ലൈ അയച്ചു. നൈറ്റ് ഷിഫ്റ്റിലാണ്, 2 മാസം ഷട്ട് ഡൗണിലെയാ പാസ്റ്റേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല. രാത്രി രാവിലെ 7 മണിക്ക് വരും, പിന്നെ വൈകിട്ട് 4 മണിക്ക് വീണ്ടും പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനകൾ മീൻസ് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് 2 മാസമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നു പറഞ്ഞു. അപ്പോ ഒരു വ്യക്തി വരുന്നതിനെ വെച്ച് ഞാൻ അവരെ കുറിച്ച് അന്വേഷിക്കണം, വിളിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഒരു ധൂപമായി തീർന്നത്. ദൈവരാജ്യത്തിനെ കുറിച്ച് യാതൊരു ഒരീനസ് ഇല്ല.
ദൈവരാജ്യത്തിനെ കുറിച്ചോ ദൈവസഭയെ കുറിച്ചോ ദൈവമക്കൾ വരുന്നില്ലല്ലോ, എന്തുകൊണ്ടാ വരുന്നില്ലെന്ന് അതിനെ കുറിച്ച് അന്വേഷിക്കുവാണോ, അത് ഒന്നും ചെയ്യാതെ നമ്മുടെ കാര്യം മാത്രം നോക്കി അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമോ? ആണല്ലേ ഈ ദിവസങ്ങളില് മാനസാന്തരപ്പെടും. അത് തന്നെ ഇന്ന് രാവിലെ സ്വതപ്രിയ ദാസോട് കേൾക്കുവാണെങ്കിൽ ഇത് ഒരിക്കലും ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല. എന്നാൽ സ്വതം ആ ഒരു ദൂത് കേട്ടപ്പോൾ ഈ സംഗീതത്തിലൂടെ ചേർന്ന് അത് സ്വതം ചേർന്ന് വരുന്നത് കൊണ്ട് ആ സ്വതം നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും സ്വതം നിങ്ങൾ എല്ലാം സഹായിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. ഇവിടെ കടന്നു തുറന്നുകൊണ്ട് ദൈവസഭ സകല കാര്യം നോക്കുന്നുണ്ട്, അതെല്ലാം ഓക്കെയാണ്. അതിനെക്കാട്ടിലും അപ്പുറം എന്തുവാണ് ഒരു ആത്മാവിന്റെ വില സാറ് ലോകത്തെക്കാട്ടിലും വലിയതാണ്. ഇതെല്ലാം നല്ലതാണ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം. ചർച്ചിന് എല്ലാ കാര്യം നോക്കുന്നുണ്ട്, എല്ലാ വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, വളരെ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലും ഒരു ആത്മാവിനെ കുറിച്ചുള്ള ഭാരം നമുക്ക് വേണം. വ്യക്തി വരുന്നില്ല വെച്ചിരുന്നേലും ആ വ്യക്തിയെ വിളിക്കണം. എന്തുകൊണ്ടാ സഹാ വരുന്നില്ല? ഇന്ന് സ്വന്തം നിങ്ങൾ കഴിവതും അജുവിനെ കണ്ടിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ജുബയിലേക്ക് വരാവുള്ളൂ. ഈ വരുന്ന വഴിയില് സ്വന്തം അവിടെ പോയിട്ട് എന്നാൽ ആശ്വസിപ്പിച്ചാണ്. ഏതോ ഒരു നഗത്ത് കുടുങ്ങിയിരിക്കുക. ഞാൻ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാം മെസ്സേജ് വരാൻ പ്രശ്നം വെള്ളിയാഴ്ച വരും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു മെസ്സേജ് അയക്കുമ്പോൾ മറുപടി പറയും. വരുന്നേ പറയത്തുള്ളൂ, പക്ഷെ വരത്തില്ലെന്നല്ല പറയുന്നത്. വരുന്ന് പറയും, പക്ഷെ വരുന്നില്ല. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ചുള്ള ഒരു ഭാരണം നമുക്ക് വേണം. അവർക്ക് വേണ്ടി ഇടുന്ന് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഇടുന്ന് പ്രാർത്ഥിക്കണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മുടെ സകല വിഷയത്തിന്മേലും ദൈവത്തിന്റെ കരം ചലിക്കുവാനായാകും, ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുവാനായാകും. അതിനുവേണ്ടി നമുക്ക് ഇടലിന് ഉപവാസിച്ച് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആത്മാക്ക് വേണ്ടി ഇടയിൽ നിന്നാൽ മതി. ദൈവസഭയ്ക്ക് വേണ്ടി ഇടയിൽ നിൽക്കണം. ഇവിടെ ഇരിക്കുന്ന കൂട്ട് സഹോദരന്മാർ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടയിൽ നിൽക്കണം. യോബ് തന്റെ സ്നേഹിതന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് അല്ലേ? അപ്പൊ അത് നമ്മുടെ ജീവിതത്തില് വെളിപ്പെടുവാനിടയാകും. ദൈവം ചുമ്മാ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കൊണ്ട് എഴുതി വെച്ചതല്ല. അതെല്ലാം എന്തുവാണ്? സത്യമാണ്. അതെല്ലാം സത്യമാണ്. അപ്പോൾ നമ്മൾ വായിച്ച് കേട്ടതുപോലെ സ്വതന്ത്രം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ ഈ ദിവസത്തിൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ തിരുസന്നിധിയിൽ അത് ധൂപമായി തീരട്ടെ, അത് ധൂപമായി തീരട്ടെ. വായിച്ചേട്ടാ 3-ാം വാക്യം. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അന്തർദ്വാരം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോടുള്ള ദുഷ്പ്രവർത്തികളോട് മതി. പിന്നെ 3-ാം വാക്യം വായിച്ചേ. യഹോവേ, എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അന്തർദ്വാരം കാക്കണമേ. എന്റെ അന്തർദ്വാരം കാക്കണമേ. എന്റെ അന്തർദ്വാരം കാക്കണമേ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. യാക്കോബ് നമ്മൾ വായിച്ചേ 3:6. യാക്കോബ് 3:6. സ്തോത്രം. അപ്പൊ നാവും நெருப்புதான் இல்ல? அது அநீதி நிறைந்த உலகம். பாத்தீங்களா? ஜாக்சன் என்ன சொல்றாங்க? நாவு என்னது? சண்முக நெருப்பு. அது அநீதி நிறைந்த உலகம். நாவு என்ன இருக்கு? நீதி இருக்கா? அநீதி நிறைந்த ஒரு உலகம் தான் என்னது? இந்த நாவு. நம்முடைய அவயவங்களில் நாவானது முழு சரீரத்தையும் கரைப்படுத்தி ஆயில் சக்கரத்தை கொளுத்தி விடுகிறதாயும், அதாவது நம்மளுடைய அந்த வாழ்க்கையவே என்ன அது நாசமாக்குது. எது? நம்முடைய வாயிலிருந்து வருகிற அந்த வார்த்தை, அதாவது நாவின் மூலமாக வருகிற வார்த்தைகள் நரக அக்கினியினால் கொளுத்தப்படுகிறதாயும் இருக்கிறது. மலர்ந்து வாய்ச்சாட்டே. നാവ് ഒരു തീ തന്നെ. നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ. അത് ദേഹത്തെ മുഴുവൻ. അത് നമ്മുടെ നാവ് അനീതിയുടെ ഉലകമായിട്ടാ കാണുന്നില്ലേ? അത് നമ്മുടെ ദേഹത്തെ മുഴുവൻ മലിനമാക്കി മലിനമാക്കുന്നു. ജീവചക്രത്തിലെ തീ കൊളുത്തുകയും. ജീവചക്രം വെച്ചാൽ നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുകയാണ്? അത് തീ കൊളുത്തുക വെച്ചാൽ എന്തുവാണ്? നമ്മുടെ ജീവചക്രത്തെ എന്തുവാണ്? അത് മലിനമാക്കുകയും അത് വിശുദ്ധി ഇല്ലാതെ ആക്കുകയും അത് നരകത്തിലേക്ക് നമ്മെ നരകത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ഒരു
അംഗമാണ് അല്ലെങ്കിൽ ഒരു അവയവമാണ് എന്ത് ഈ നാവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോ സ്വതം ഈ നാവിന് അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എത്ര ബുദ്ധിയോട് ഉപയോഗിക്കും അല്ലേ. പ്രൈസ് ലോർഡ്. നമ്മൾ എന്തായിത്തീരും, ഈ ചില ദേഷ്യം വരുമ്പോ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ എന്തായിത്തീരും, മറ്റവരെ വേദനിപ്പിച്ച് കളയുന്ന വാക്കുകളാണ് അല്ലേ. മറ്റവരെ വേദനിപ്പിച്ച് കളയുന്ന വാക്കുകളാണ് ഈ നാവ് എന്ന് വചനത്തിന് പറയുന്നത്. അത് തീയാണ്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്, നമ്മുടെ വിശുദ്ധിയെ മലിനമാക്കുന്നതാണ്, എന്നെ നരകത്തിലേക്ക് അയക്കുന്നതാണ്. അത്രയും ഈ ഒരു വാക്യത്തിനകത്ത് ഇത്രയും എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ നാവിനെ എത്ര അധികം നമ്മൾ ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കണം, കടിഞ്ഞാലിടണം. അതിനെ മുകളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റില്ല. നാവിനെ കടിഞ്ഞാലിടണം നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോ ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം, ഈ നാവിനെ വളരെ സൂക്ഷിക്കണം, നാവിനെ വളരെ സൂക്ഷിക്കണം. സ്വതന്ത്രം വായിരുന്നത് യേശു കർത്താവ് നമ്മളെ നിന്ദിച്ചാൽ പോലും എന്ത് ചെയ്തു, യേശു കർത്താവ് എന്ത് ചെയ്തു, യേശു കർത്താവ് എന്തുമാത്രം നിന്ദിച്ചു. എന്നാൽ യേശു കർത്താവ് ഒന്നും പറയത്തില്ല, ആവശ്യത്തിന് വേണ്ടി മാത്രം 2-3 വാക്യം പറയും അല്ലേ. കണ്ടുള്ള വായിച്ചേ മത്തായി 26:63 വായിച്ചേ. മത്തായി 26:63. യേശുവോ മിണ്ടാതിരുന്നു. മതി. യേശുവോ മിണ്ടാതിരുന്നു. അതിന് മോളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, അവരെ യേശു കർത്താവിനെ നിന്ദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു. യേശുവോ മിണ്ടാതിരുന്നു. അപ്പോ ഈ ദിവസം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഈ വാക്കുകൾ എന്തായിത്തീരണം, ദൈവനാമത്തെ ദൂഷിക്കുന്നതല്ല നമ്മൾ തീരേണ്ടത്. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതായി തീരണം. നമ്മുടെ നാവിൽ വരുന്ന വാക്കുകൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതായി തീരണം. അപ്പൊ അതെന്തെങ്കിലും സ്വന്തം. അപ്പൊ അതിന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞുള്ളതാണ്. എന്തോ ഈ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തെ നമുക്ക് കാണിച്ചത് എന്തുവാണ്, ഈ സിംബാളിക്കായിട്ട് കാണിച്ചത് എന്തുമായിട്ടാണ് കാണിച്ചത്? പ്രാവ്. പിന്നെ ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത് നാവിനെ പോലെ അല്ലേ. ആ വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2 അല്ലേ, 2-3 அல்லாமல் அக்னிமயமான நாவுகளை போல பிரிந்திருக்கும் நாவுகள் அவர்கள் காணப்பட்டு அவர்கள் ஒவ்வொரு மேலும் வந்து அமர்ந்தது. அவர்கள் எல்லாரும் நிரப்பப்பட்டு பாத்தீங்களா பண்ணது. அப்ப பரிசுத்த ஆவியானவர் அவங்க மேல வந்ததை ஆண்டவர் எப்படி காமிச்சிருக்காங்க? அக்னிமயமான நாவுகளை போல பிரித்திருக்கும் நாவுகள். அப்ப அந்த பரிசுத்த ஆவியானவரை ஆண்டவர் இங்க கம்பேர் பண்ணிருக்கிறது நாவுக்கு இல்லையா. அப்படிதான் சிம்பாலிக்கா அதுல நாவுகளை போல இருந்துச்சாம். அப்போ இந்த பரிசுத்த ஆவியானவர் இறங்கும் பொழுது, பரிசுத்தான அபிஷேகம் வல்லமை நம்ம வாழ்க்கையில எப்போதும் இருக்கும் பொழுது அது என்ன பண்ணுவோம், நம்மளுடைய நாவுனை அந்த பரிசுத்த ஆவியானவர் கண்ட்ரோல் பண்ணுவார். பரிசுத்த ஆவியானவர் கண்ட்ரோல் பண்ணுவார். பிரைஸ் லார்ட். இது வேற ஏதாவது ஒரு சிம்பாலிக்கா ஆண்டவர் இங்க காமிக்கல இல்லையா. பிரைஸ் லார்ட். வேற எதுவும் சிம்பாலிக்கா இங்க காமிக்கல. என்ன இந்த இடத்துல காமிச்சிருக்குது நாவினை இல்லையா. பிரைஸ் லார்ட். பரிசுத்தாத்மாவிന്റെ അത്യന്ത ശക്തിയാൽ നമ്മുടെ മലയാളത്തിൽ വായിച്ചാലേ 2-3-4 വാക്യം. അഗ്നിജ്വാല പോലെ പടർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു. അപ്പോ ഈ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത അഭിഷേകത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ, എല്ലാ ദിവസവും ആ ഒരു അത്യന്ത ശക്തിയിൽ നിറയപ്പെട്ടവരായി തീരുമ്പോൾ അതെന്ത് ചെയ്യും, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ എന്റെ നാവിനെ കൺട്രോൾ ചെയ്യും. അത് കടിഞ്ഞാനിട്ട് കാക്കും. ദൈവനാമം ദൂഷിക്കപ്പെടുന്ന ഒരു വാക്ക് പോലും എന്റെ നാവിലൂടെ വരാത്തവണ്ണം யாரு காக்கும்? നമ്മെ കൊണ്ട് കഴിയപ്പെടത്തില്ല. ചിലപ്പോൾ ഭയങ്കര, ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ഇങ്ങനെ കൺട്രോൾ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ കൺട്രോൾ ചെയ്യാൻ മിണ്ടത്തില്ല, സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു ലെവൽ ആകുമ്പോൾ പാട്ടിനെല്ലാം പൊട്ടി സ്വത്രം ഹല്ലേലൂയ, അത് മൊത്തം പൊട്ടി തെറിച്ച് ഇതാകും. സ്വത്രം. അങ്ങനല്ല എന്ത് ചെയ്യേണ്ടത്. സ്വത്രം. നമ്മെ കൊണ്ട് കഴിയത്തില്ല ദൈവജനമേ. ഈ നാവിനെ കടിഞ്ഞായിരുന്നു. ഇപ്പോഴെല്ലാം ഓക്കെയാണ്, വളരെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ എല്ലായിട്ട് കൺട്രോൾ ചെയ്യും. എന്നാൽ സ്വത്രം ചില പ്രയാസത്തിൽ കടന്നു പോകുമ്പോൾ, ചില പ്രതിസന്ധികളുടെ നടുവിൽ കടന്നു പോകുമ്പോൾ, സ്വത്രം ഹല്ലേലൂയ, ഈ ദുഷ്ടന്റെ ആ ഒരു ടെംപ്ടേഷനിൽ
സ്വതന്ത്രം നമ്മൾ വീണ് പോകുമ്പോൾ എന്തായിത്തീരും? നമ്മുടെ നാവിനെ കടിഞ്ഞാലിടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദേഷ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്, ദേഷ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നാവിനെ പലപ്പോഴും സ്വന്തം കടിഞ്ഞാലിടാതെ അതെന്ത് ചെയ്യും? ദൈവനാമത്തെ ദൂഷിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യും? നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടു ഈ വാക്കുകൾ പുറത്തു വരുവാനിടയാകും. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ആ പരിശുദ്ധാത്മ വായിച്ച് കേട്ടതുപോലെ സ്വന്തം അഗ്നിമയമായ പിളർന്ന നാവുകൾ ഓരോരുത്തരും ഇത് പതിഞ്ചു പറയുമ്പോൾ സ്വന്തം ആ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ നമ്മൾ എപ്പോഴും നിറഞ്ഞിരിക്കുമ്പോൾ, എപ്പോഴും നിയന്ത്രിക്കപ്പെടുമ്പോൾ, എന്റെ നാവിനെ ആർ നിയന്ത്രിക്കും? പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു. എന്റെ നാവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ വായിച്ച വീണ്ടും 3-ാം വാക്യം. യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണം. എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരം എന്തെയും കാക്കണമേ. ദാവീദിന് എന്തുണ്ടായില്ല? പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നു. അതുകൊണ്ട് എന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നാൽ ഇപ്പോൾ നമുക്ക് ആ ദൈവം കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ദൈവമേ സ്വതന്ത്രം എന്തെങ്കിലും നമ്മള് ചോദിച്ചുകൊണ്ട് ദൈവമേ സ്വതന്ത്രം എന്നോട് ഇരിക്കുന്ന, എന്നിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാണ് എല്ലായ്പ്പോഴും നിറയപ്പെട്ടിരിക്കുവാൻ സ്വർഗമേ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകാത്തവണ്ണം ദൈവമേ കാത്തുകൊള്ളണമേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, എന്നെ കൺട്രോൾ ചെയ്യുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ മാനേജ് ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവ് എന്നെയും എന്റെ നാവിനെ കൺട്രോൾ ചെയ്യുവാൻ സ്വതന്ത്രമഹലയ ആ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാനിടയാകും ദൈവജനമേ. അതുകൊണ്ട് ഈ ദിവസങ്ങള് ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം അല്ലേ സ്വതന്ത്രം ദൈവത്തിന്റെ സന്നിധിയില് സ്വതന്ത്രം ഹലയായി നമ്മുടെ പ്രാർത്ഥന ആ തിരുസന്നിധി ഒരു ധൂപമായി തീരുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കാവോ? സ്വതന്ത്രം താഴോട് പറയുന്നു. വായിച്ച 4-ാം വാക്യം. ദുഷ്പ്രവർത്തിക്കാരോടെ ദുഷ്പ്രവർത്തികളെ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. അവരുടെ സാധുഭോജനം ഞാൻ കഴിക്കുകയുമല്ലേ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളെ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദാവീദ് പറയുകയാണ് അല്ലേ, ആ റൂട്ടിലേക്ക് പോയി. ദാവീദ് എന്ത് ചെയ്തു? ആ റൂട്ടിലേക്ക് പോയി. അപ്പൊ ഒരു ദുഷ്പ്രവർത്തികൾ എവിടെ എന്താ വരുന്നത്? ഹൃദയത്തിൽ നിന്നാ വരുന്ന മനസ്സിലാക്കി എന്ത് ചെയ്യുവാണ്? ദാവീദ് പറയുക അല്ലെ, എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. സ്വതന്ത്രം അതായത് ദൈവത്തിന് പ്രസാദമില്ലാതെ ആ വിഷയങ്ങൾ ഇല്ലെങ്കിൽ ഒരു ആഗ്രഹങ്ങൾ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകാത്തവണ്ണം എന്റെ ഹൃദയത്തെ എന്തെങ്കിലും സ്വതന്ത്രനെ കാക്കണമേ, എന്റെ ഹൃദയത്തെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആ റൂട്ടിലേക്ക് ദാവീദ് എന്ത് ചെയ്യുവാണ്? ഇറങ്ങുകയാണ് അല്ലേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഈ പാപം എങ്ങനെയാണ് വരുന്നില്ലേ? നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത് സ്വതന്ത്രം ഈ വിഷയത്തിലൂടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വതന്ത്രം കാതിലൂടെ, ചെവിയിലൂടെ, കണ്ണിലൂടെ എന്ത് ചെയ്യുക? കാണുന്നതും കേൾക്കുന്നതും ഹൃദയത്തിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യുന്നു? സ്വതന്ത്രം അത് ദുഷ്പ്രവർത്തികളായിട്ട് പുറത്തു വരിക അല്ലേ. ചിലപ്പോ വായിൽ കൂടെ പ്രവർത്തിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ സ്വതന്ത്രം നമ്മുടെ ജീവിത പ്രവൃത്തിയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോ സ്വന്തം അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഇതുപോലെ ദുഷ്പ്രവർത്തികൾക്ക് എന്റെ ഹൃദയം ചായാത്ത വണ്ണം, ഇല്ലെങ്കിൽ അതിൽ ആഗ്രഹിക്കാത്ത വണ്ണം, ആ ലോകത്തിന്റെ മോഹങ്ങളിൽ വീണു പോകാത്ത വണ്ണം ദൈവനെ കാത്തുകൊള്ളണമേന് ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ദിവസം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വന്തം ഇന്ന് നമ്മുടെ ഹൃദയത്തെ കാക്കുവാൻ, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുവാൻ, വിശുദ്ധിയോട് കാത്തുകൊള്ളുവാൻ നമ്മൾ ഈ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വതന്ത്രം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോട് കാൽക്കാൻ പറ്റും. പാപത്തിൽ വീണു പോകാതെ കൊണ്ടും നമ്മെ സൂക്ഷിക്കാൻ പറ്റും. ഈ പ്രാർത്ഥനയാണ് തിരുസന്നിധിയിൽ ധൂപമായി എത്തുന്നത്. ഈ പ്രാർത്ഥനയാണ് സ്വന്തം നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കുറിച്ചതായ ആ ഭാരം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ആ ഒരു ഭാരം, ദൈവമനെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ദൈവമനെ കേൾപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ എന്തുവാണ് മനസ്സിലാക്കി ആ ശുശ്രൂഷയെ വിശ്വസ്തയോട് ചെയ്യുവാനുള്ള ആ ഒരു ഹൃദയ ഭാരമാ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന. ദൈവജനമേ, പ്രാർത്ഥിപ്പാനുള്ള കൃപ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സുവിശേഷം പറയാനുള്ള കൃപ ഉണ്ടെങ്കിൽ സുവിശേഷം പോയി അറിയിക്കണം. അപ്പൊ അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. സ്വന്തം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അറ്റൻഡൻസ് കൊണ്ട് ദൈവം തൃപ്തിപ്പെടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം അതും വേണം.
അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ വചനം കേൾക്കാൻ പറ്റും? എങ്ങനെ എന്നെ സ്വതന്ത്രം വചനമായ കണ്ണാടിന് മുൻപ് എന്നെ ശോധന ചെയ്യണമെങ്കിൽ വചനം കേൾക്കണം, വചനം ധ്യാനിക്കണം, വചനം പഠിക്കണം, വചനം വായിക്കണം. പക്ഷേ സ്വതന്ത്രം അതോടുകൂടെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചതിന്റെ ഉദ്ദേശം എന്തുവാണ് മനസ്സിലാക്കി ഈ ദിവസം എന്തായി തീരണം? ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരണം. പ്രൈസ് ഗോഡ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുണ്ട് വയ്ക്കാം, ഒരു മോനുണ്ട് വയ്ക്കാം. പ്രൈസ് ഗോഡ്. അപ്പൊ മാതാപിതാക്കൾ അവനെ ജനിച്ചതുപോലെ എന്ത് ചെയ്യുവാണ്? അവനെ കെയർ ചെയ്യുവാണ് അല്ലേ? അവന്റെ സകല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവനോ യാതൊരു റെസ്പോൺസ് ഇല്ലാതെ, ഒരു സ്നേഹമില്ല. മാതാപിതാക്കൾ ഒരു സ്നേഹമില്ല. വരിക, ആഹാരം കഴിക്കുക, പിന്നെ പോകുക, വരിക, ആഹാരം കഴിക്കുക, പോകുക. വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചോ എങ്ങനെ ഉണ്ട്, പപ്പ അങ്ങനെ ഉണ്ട്, മമ്മി എങ്ങനെ, അവരെ സ്നേഹിക്കുന്നതാണോ, ഇല്ല അവരുടെ സഹായിക്കുവാണോ, ഇല്ല വീട്ടിലെ കാര്യങ്ങൾ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാതെ സ്വതന്ത്രമാണ് കറക്റ്റ് സമയത്തിൽ ആഹാരം കഴിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നെങ്കിൽ അവരുടെ മുന്നിലെ മാതാപിതാക്കൾക്ക് എങ്ങനെയായിരിക്കും? எப்படி இருக்கும் சிஸ்டர்? சொல்ற பேச்ச கேட்கறது கிடையாது. கரெக்ட் நேரத்தில் சாப்பாடு மாத்திரம் வேணும், சாப்பாடு மாத்திரம் சாப்பிட்டுட்டு அம்மா அப்பா மேல ஒரு அன்பு கிடையாது, ஒரு அவங்களுக்கு ஹெல்ப் பண்றது கிடையாது, ஒன்னும் வீட்டுல விஷயங்களை குறிச்சு அறியவோ இல்ல என்ன நடக்குது அந்த மாதிரியான ஒன்னும் செய்யாம ஏதோ சும்மா பேருக்கு இருந்தா அவங்க மேல எப்படி இருக்கும்? அம்மா அப்பா பேரண்ட்ஸுக்கு எப்படி இருக்கும்? ரொம்ப சந்தோஷமா இருக்கும். മനസ്സിലായോ? അങ്ങനെ നമുക്കൊരു തലമുറ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ ഭാരപ്പെടുവോ ഇല്ല സന്തോഷിക്കുവോ? അപ്പൊ അതുപോലെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കാൻ വെച്ചാൽ ദൈവ സ്വന്തം നമ്മുടെ സ്വർഗസ്നായ പിതാവ് അതുപോലെ നമ്മെ നോക്കുമ്പോൾ വിഷമിക്കുവാൻ എന്താകുന്നത്? എടാ വരുത്തണം. ദൈവം എന്ത് ചെയ്യുവാണ്? ആ ദൈവത്തിന് ആ രാജ്യത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ അപ്പൊ എനക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എന്തുവാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് താ എന്ന് പറഞ്ഞ് ഈ അനുഗ്രഹം മാത്രം മേടിച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ആഹാരം മാത്രം മതി പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് എന്റെ കാര്യം മാത്രം നടന്നാൽ മതി, എനിക്ക് ഡ്രസ് വേണം, ആഹാരം വേണം, മൊബൈൽ വേണം. അപ്പൊ ഇതുപോലെ അവന്റെ കാര്യം മാത്രം നോക്കി വേറെ ഒന്നിനെ കുറിച്ചും ഭവനത്തെ കുറിച്ചോ മാതാപിതാക്കളെ കുറിച്ചോ വേറെ ഒരു കാര്യത്തിലും ഒരു സഹായവുമില്ല, ഒരു സ്നേഹമില്ല, ഒന്നില്ലാതിരിക്കുന്ന അതുപോലെയാണ് സ്വന്തം ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് ദൈവസഭയെ കുറിച്ചോ ഇല്ലെങ്കിൽ ദൈവ മക്കളെ കുറിച്ചോ ഇല്ല ഈ കടന്നു വരുന്ന ആത്മാക്കളെ കുറിച്ചോ ഒരു ഭാരവും ഇല്ലാതെ എന്റെ കാര്യം മാത്രം നോക്കി അറ്റൻഡൻസ് കൊടുത്തു പോകുന്നെങ്കിൽ നമ്മൾ സ്വതന്ത്രം ഹല്ലേലൂയ ദൈവം അതുപോലെ തന്നെ വിശ്രമിക്കുവാനില്ല. അതുപോലെ തന്നെ നമ്മെ നോക്കുമ്പോൾ വിശ്രമിക്കും. സ്വതന്ത്രം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇരുന്നിട്ട് അപ്പൊ അങ്ങനെ നമ്മുടെ മോനെ ഇരിക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ചോദിക്കുക, അപ്പൊ നമുക്ക് നമ്മൾ വിഷമത്തോടെ കൊടുക്കുവാണ്, സന്തോഷത്തോടെ കൊടുക്കും. ഒന്നാമത് അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. പിന്നെ വേറെ മാർഗം ഇല്ലെങ്കിൽ അത് വളരെ അത്യാവശ്യമെങ്കിൽ എന്ത് ചെയ്യും? സന്തോഷത്തോടെ കൊടുക്കത്തില്ല. ഓക്കെ എടുത്തോ പൊക്കോന്ന് പറയും. അങ്ങനെ ശരി. അതുപോലെ ഇങ്ങനെ ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു കാര്യവും പ്രവർത്തിക്കാതെ എന്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ദൈവത്തിന് സന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുക. എന്നെ അനുഗ്രഹിക്കണം, എന്റെ മക്കളെ അനുഗ്രഹിക്കണം, എനിക്ക് ജോലി വേണം, മറ്റത് വേണം, മരിച്ചത് വേണം. ഇങ്ങനെ മാത്രം നോക്കിയപ്പോൾ ദൈവം എങ്ങനെ വിചാരിക്കും? പിന്നെയും ഒരു ദിവസം മാനസാന്തര പഠനം വെച്ചുകൊണ്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിന് മാത്രം ദൈവം മറുപടി നൽകും. അതിനുവേണ്ടി മാത്രം മറുപടി. പക്ഷെ ദൈവം ഒരിക്കലും സന്തോഷിക്കത്തില്ല. നമ്മെ കാണുമ്പോൾ ദൈവം ഒരിക്കലും സന്തോഷിക്കത്തില്ല. സ്വതന്ത്രം. അപ്പൊ ഈ ദിവസങ്ങളെ എന്തുമാത്രം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുവാൻ, കൂടെ വരുന്ന ദൈവത്തിന് സ്വന്തം ആത്മാക്കൾക്ക് വേണ്ടി അവർ ഇട്ടുകൊണ്ട് നിൽക്കുവാൻ. ഒരു വ്യക്തി വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിക്കുവാൻ, അവരെ അന്വേഷിക്കുവാൻ, എന്തുവാ സഹോദര, എന്തുവാ സഹോദരി, എന്താ വരുന്നില്ല, എന്തെങ്കിലും വിളിച്ച് അന്വേഷിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഇടയിൽ നിൽക്കണം. அப்படி நிற்கும் போது என்ன பண்ண முடியும்? ஆண்டவர் என்ன பண்ணுவாங்க பிரதர்? ஏன் நாசர் பிரதர் சுதீன் பிரதர்லாம் வாங்க கூப்பிடுறீங்களா பிரதர்? நீங்க நீ ரெண்டு டியூட்டியா கூப்பிட்டீங்களா இன்னைக்கு? நேத்தே கூப்பிட்டோம். பிரைஸ் தி லார்ட். ஸ்தோத்திரம். அതാണ് വേണ്ടത്. അഡ്വാൻസ് ആയിട്ട് വിളിച്ചത്, അഡ്വാൻസ് ആയിട്ട് വിളിച്ചത് അവസ്ഥ തന്നെ.
പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുപോലെയാണ് ആത്മാക്കളെ കുറിച്ചതായ ഒരു ഭാരം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ് അല്ലേ? ഓരോരുത്തർക്കും ഒരു ആത്മാക്കളെ കുറിച്ച് ഭാരം ഉണ്ടായിരിക്കണം. വരുത്തിലേക്ക് വിളിക്കണം അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആ സുന്ദർമാനെ ജേക്കബിനെ ഏൽപ്പിക്കുകയാണ്. രമേശ് മാഡത്തിന് വന്നത് കൊണ്ട് ജേക്കബിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അപ്പൊ വരുന്നില്ലെങ്കിൽ പുള്ളിക്കാരൻ വിളിക്കും, ഞാൻ വിളിക്കും, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, മെസ്സേജ് അയക്കാം, അത് എന്റെ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ വിളിക്കണം. പ്രൈസ് നിങ്ങളോട് എന്തെയും സ്വതന്ത്രമാ ഇങ്ങനെ 2-3 വിളിക്കുമ്പോൾ സന്തോഷിക്കുമോ? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുള്ളി ഡ്യൂട്ടിയാണ്, ഇന്നലെ വന്നിട്ടില്ല. ആരെങ്കിലും വിളിച്ചായിരുന്നോ? അജുബയിൽ പോയി. ആ ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പോ അത് അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോഴാണ് എന്തായിത്തീരുന്നത് നമുക്ക് സ്വന്തം നമ്മളും അവരെ കെയർ ചെയ്യുന്നു, അവരെ സ്നേഹിക്കുന്നു, അവർക്ക് മനസ്സിലാകും. അപ്പോ ഈ ദിവസം ആ ഒരു ആത്മഭാരം എന്തുണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോ നമ്മൾ വായിച്ചു കേട്ടത് പ്രവീൺ വായിച്ചാണ് 4-ാം വാക്യം. ദുഷ്പ്രവർത്തിക്കാരോട് കൂടെ ദുഷ്പ്രവർത്തികളോടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. ദുഷ്കാര്യത്തിന് ചായ്ക്കരുത്. അപ്പോ എന്തേ നമ്മുടെ ദിവസങ്ങളില് സ്വതന്ത്രം ഇപ്പൊ നമ്മളെന്തായാലും ശോധന ചെയ്യണം അല്ലേ? ദുഷ്കാര്യങ്ങൾക്ക് എന്റെ ഹൃദയം പോകുന്നോ? ദുഷ്കാര്യങ്ങളെ ശോധന ചെയ്യണം. എപ്പോൾ എന്തുവാണ് സ്വതന്ത്രം? ഈ പൗലോസ് പറയുന്നത് പോലെ, പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നില്ലേ, സ്വന്തം ദൈവത്തിനും മനുഷ്യർക്ക് മുൻപായി കുറ്റമില്ലാത്ത മനസാക്ഷി ഇല്ലേ? വായിച്ച അപ്പോസ്തല പ്രവൃത്തി 24, അപ്പോസ്തല പ്രവൃത്തി 24:16 തോന്നുന്നു. അതുകൊണ്ട് എനിക്കും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞു? അതിന് മുമ്പത്തെ വാക്യം കൂടെ വായിച്ചേ, 15-ാം വാക്യം. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും ഉണ്ടാകുമെന്ന് കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ ആശ വെച്ചിരിക്കുന്നു. കണ്ടോ? നീതിമാന്മാരുടെ പുനരുദ്ധാനമുണ്ട്, നീതി കെട്ടവരുടെ പുനരുദ്ധാനമുണ്ട്. അപ്പൊ നമ്മള് എതിലേക്കാ പോകേണ്ടത്? നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നമ്മൾ പോകണ്ടേ? നീതി കെട്ടവരുടെ പുനരുദ്ധാനത്തിലാണ് പോകണ്ടേ? നമ്മള് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ അത് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ആ ഒരു ശ്രമം ഉണ്ടായിരിക്കണം എല്ലായ്പ്പോഴും. വെള്ളിയാഴ്ച മാത്രമല്ല, വ്യാഴാഴ്ച മാത്രമല്ല, എല്ലായ്പ്പോഴും ദൈവത്തിന് മുൻപായും മനുഷ്യർക്ക് മുൻപായും കുറ്റമില്ലാത്ത ഒരു മനസാക്ഷി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നമുക്കും ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എല്ലായ്പ്പോഴും വെച്ചിരിക്കണം. ഒരു സഹോദരനോട് പിണങ്ങി, ഭാര്യയോട് പുറങ്ങി, ഭർത്താവിനോട് പിണങ്ങി ഇരിക്കുമ്പോൾ യേശു കർത്താവ് വന്നു. എന്താന്ന് വെച്ചാൽ നമ്മൾ പുകടാൻ കാട്ടുമോ? പോയില്ലേ? അത്രയേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ എല്ലായ്പ്പോഴും അല്ലേ? എല്ലായ്പ്പോഴും ദൈവത്തിനും മനുഷ്യർക്കും മുമ്പായാണ് കുറ്റമില്ലാത്ത മനസാക്ഷിയോടിരിക്കും. എല്ലാ കയ്പ്, എല്ലാ ദേഷ്യം, എല്ലാം എന്തെങ്കിലും സ്വന്തം ദിവസങ്ങളെ പൂർണ്ണമായി നീക്കിക്കളയണം. നാവിൽ കൂടെ ചോദ്യം ഏതെങ്കിലും നമ്മൾ മറ്റവരെ വേദനിപ്പിച്ചു, ഭാര്യയെ വേദനിപ്പിച്ചു, ഭർത്താവിനെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ സഹോദരനെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ സഹോദരിയെ വേദനിപ്പിച്ചു. അപ്പൊ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഹൃദയത്തിൽ എന്ത് ചെയ്യരുത്? വെച്ചുകൊണ്ട് ഇരിക്കരുത്. അതാ മനുഷ്യർക്ക് മുൻപായി ദൈവത്തിന് മുൻപ് ആദ്യം ദൈവത്തോട് പറയണം. ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തോട് പറയണം, ദൈവം ഞാൻ എന്ത് ചെയ്തു? ഈ സഹോദരനെതിരെ ഇങ്ങനെ സംസാരിച്ചു കളഞ്ഞു, ദൈവം എന്നെ ക്ഷമിക്കണം. എന്റെ ഭാര്യയോട് ഞാൻ ദേഷ്യപ്പെട്ടു, എന്നെ ദയവായി ക്ഷമിക്കണമേ. അത് നമ്പർ 1 ആണ്. 3 സ്റ്റെപ്പാണ് ഈ കുറ്റമുള്ള മനസ്സാച്ചാൽ. 3 സ്റ്റെപ്പ് വേണം. നമ്പർ 1 ദൈവത്തോട് ഏറ്റു പറയുക, ദൈവത്തോട് മാപ്പ് ചോദിക്കുക. Forgiveness. You should ask forgiveness from the God. Number 1. Number 2 എന്തുവാണ്? ഏത് സഹോദരനെ, സഹോദരിയോ, ഭാര്യയോ, ഭർത്താവോ ആരെ വിഷമിച്ചോ അവരുടെ എന്ത് ചെയ്യും? എന്നാ പറഞ്ഞു? അങ്ങ് എന്നാ പറഞ്ഞത്? സാരിക്കണം.
അതാണ് വസനം തൊട്ട് വായിച്ചേ. മത്തായി 5-ാം അധ്യായം 23-24 വായിച്ചേ. മത്തായി 5:23-24. பின்பு இயேசு ஆ கலிலேயா எங்கும் சுற்றி நடந்து அவர்களுடைய ஜெப ஆலயங்களில் உபதேசித்து இல்ல மாத்தி 5. மத்த 5 ஆ ஆ குறை உண்டென்று ஆ ஆ வச்சு வைத்து விட்டு போய் போதும். பாத்தீங்களா பிரதர்? அப்ப என்ன போட்டிருக்கு சமூகம்? ஆகையால் நீ பலிபீடத்திடத்தில் உன் காணிக்கையை செலுத்த வந்து உன் பேரில் உன் சகோதரனுக்கு குறை உண்டென்று அங்கே நினைவு கூறுவாயாக. நினைவு கூறுவாயாக. அதாவது ஜெபிக்க வந்துட்டீங்க. ஜெபிக்க வர்றப்ப அங்க உங்களுக்கு என்ன பண்றீங்க? பரிசுத்த ஆவியானவர் உங்களுக்கு நினைவு கூட்டுகிறார். நீ அப்படி பேசிட்டேல்ல, அந்த சகோதரன் இன்னும் உன் மேல வருத்தமா இருக்கார். நீ பேசுறதுனால இருக்கலாம், இல்லாட்டி அவரா உங்க மேல வருத்தமாவும் இருக்கலாம். அப்படிதான் போட்டுருக்கு. உன் பேரில் உன் சகோதரனுக்கு அப்படியே வாசிங்க. என்ன போட்டுருக்கு? ஆகையால் நீ பலிபீடத்தினிடத்தில் உன் காணிக்கையை செலுத்த வந்து உன் பேரில் உன் சகோதரனுக்கு குறை உண்டென்று அங்கே நினைவு கூறுவாயாகில் அங்கே தானே பலிபீடத்தின் முன் உன் காணிக்கையை வைத்து விட்டு போய் முன்பு உன் சகோதரனுடைய ஒப்புரவாகி பின்பு வந்து உன் காணிக்கையை செலுத்து. அது யாரா என்ன பண்ணாங்கன்னு நம்ம போடல. நீங்க ஜெபிக்க போறீங்க. ஜெபிக்க போறப்ப உங்களுக்கு பரிசுத்தம் வெளிப்படுத்துறாரு. உங்க மேல இந்த ஆள் வருத்தமா இருக்காரு, உங்க மேல உங்க மனைவி வருத்தமா இருக்கா, ஓ மேல இந்த சகோதரன் வருத்தமா இருக்காரு. யார் மிஸ்டேக் நாங்க போடல. அப்படி உங்க தெரிஞ்சு வந்துச்சுன்னா, இல்ல நான் ஒன்னும் அவன்கிட்ட சொல்லவே இல்லையே, அவதான் என்கிட்ட சண்டை போட்டான். நான் அந்த பிரதர்கிட்ட நான் ஒண்ணுமே பேசல, அவர் தான் என்கிட்ட வந்து தேவையில்லாத பேசி என்ன பண்ணாரு, எனக்கு கோபம் மூட்டினாரு. அந்த இடத்துல நம்ம மேல ஒரு ஆளுக்கு வருத்தமா இருக்கு அப்படின்னா என்ன பண்ண ஆண்டவர், நீ பிரேயரை நிப்பாட்டு அப்படின்ட்டு என்ன பண்றாரு? பிரேயர் நிப்பாட்டு. காணிக்க அப்படின்றது வந்து ஜெபத்தை குறிக்குது. நீ பிரேயரை நிப்பாட்டு. நீ ஜெபிச்சாலும் நான் என்ன பண்ண மாட்டேன், கேட்க மாட்டேன். முதல்ல போயிட்டு சகோதரனோட யாரோ, சகோதரனோ சகோதரியோ மனைவோ யாரோ அவங்களோட என்ன பண்ணணும், சமாதானம் ஆயிட்டு அதுக்கப்புறம் நீ வந்து பிரேயர். இதுதான் நம்பர் 2. பிரைஸ் அல்ல. ഇവിടെ ആറാം കുറ്റം കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മുകളിൽ എന്താ ആയിരിക്കും മലയാളത്തില്? നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ പ്രൈസ്. അപ്പൊ അവിടെ ആര് കുറ്റക്കാരനും പറഞ്ഞിട്ടില്ല. പ്രൈസ് അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തിയോ ഇല്ല കുടുംബ ജീവിതത്തിലോ ആരെങ്കിലും കാണിച്ചു കൊടുക്കുന്നെങ്കിൽ എന്റെ മേലിൽ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് വിഷം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യരുത്, പ്രാർത്ഥനയെ അവിടെ വെച്ച് നീട്ടിക്കൊണ്ടു പോയിട്ട് യാതൊരു കാര്യവുമില്ല. അതാണ് വചനം പറയുന്നത്. ദൈവം നീ പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞ ഒറ്റ ഒരു ഇൻസിഡന്റ് പറയുന്നത് ഈ വചനം മാത്രമേ ഉള്ളൂ. ദൈവം പറയുന്നു നീ പ്രാർത്ഥിക്കേണ്ട, ബാക്കി എല്ലാ സമയത്തും ഉണ്ട്. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ. அப்படிதான் അങ്ങനെയായിരിക്കും വചനം. എന്നാൽ നീ പ്രാർത്ഥിക്കേണ്ടാണ് പറയുന്ന ഒറ്റ വാക്യം ഈ ഒരു വിഷയമാണ്. അപ്പൊ രണ്ടാമത് എന്തെങ്കിലും ആദ്യം ദൈവത്തോട് ക്ഷമ ചോദിച്ചു, പാപങ്ങളെ ഏറ്റു പറഞ്ഞു. രണ്ടാമത് ഏത് വ്യക്തിയോ അവരോട് നമ്മൾ സ്വന്തം വിഷമിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാ നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ പ്രൈസ് ഗോഡ് അവരോട് എന്തെങ്കിലും സാരി ചോദിക്കണം. കഷ്ടമാണ് അല്ലേ? കഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വന്തം സാരി എന്തെങ്കിലും ചോദിക്കണം. അപ്പൊ 50 സെക്കൻഡ് എന്ത് ചെയ്യുക? മൂന്നാമതായിട്ട് പ്രൈസ് ദി ലോർഡ്. ഓക്കെ என்ன பண்றது, சாரி ചോദിച്ചിട്ട് என்னது அப்படியே இருக்கக்கூடாது. இல்லை நம்ம எப்படி யாராவது சாரி கேட்கறாங்க, சரி ஓகே போ அப்படின்னு சொல்லிட்டு அவங்க மனசுக்குள்ள என்ன பண்ணக்கூடாது, வைராக்கியம் வச்சுக்க கூடாது. பிரைஸ் தி லார்ட். நான் இப்ப மன்னிச்சிட்டேன், பாத்துக்கிறேன், நான் கையில கிடைக்காமலா போயிருவேன் அப்படின்னு சொல்லி என்ன பண்ணக்கூடாது. அப்படி வைராக்கியம் வைக்க கூடாது. மற்றவங்க என்ன பண்ணணும், மன்னிக்கிறவங்களா இருக்கணும். பிரைஸ் தி லார்ட். மோசமா இருக்கு. மத்தேயு 6:12 வாசிங்க. மத்தேயு 6:12.
12. எங்கள் கடனாளிகளுக்கு நாங்கள் மன்னிக்கிறது போல எங்கள் கடன்களை எங்களுக்கு மன்னியும். பாத்தீங்களா? அதுக்கு எங்களை சோதனைக்குட்பட பண்ணாமல் தீமையிலிருந்து எங்களை ரட்சித்துக் கொள்ளும். ராஜ்யமும் வல்லமையும் மகிமையும் என்றென்றைக்கும் உம்முடையவைகளே. ஆமென். பாத்தீங்களா? அப்ப என்ன சொல்றோம்? நாங்கள் எங்கள் கடனாளிகளுக்கு மன்னிக்கிறது போல எங்கள் கடன்களை எங்களுக்கு மன்னியும். மன்னியும். அது சொல்லிட்டு கடைசி இங்க வாங்க. 15. 6:15. அதான் 6:15. மனுஷருடைய தப்பிதங்களை நீங்கள் அவர்களுக்கு மன்னியாதிருந்தால் உங்கள் பிதா உங்கள் தப்பிதங்களையும் மன்னியாதிருப்பார். பாத்தீங்களா? அப்ப நம்ம அவங்கள முழு மனசோட மன்னிக்கணும். அதான் அர்த்தம். மனுஷருடைய தப்பிதங்களை நீங்கள் அவர்களுக்கு மன்னியாதிருந்தால் உங்கள் பிதா உங்கள் தப்பிதங்களையும் மன்னியாதிருப்பார். அப்ப பிதா என்னுடைய தப்பிதங்களை மன்னியாதிருந்தா எனக்கு அங்க போக முடியுமா பிரதர்? ஏன்னா பாவக்கரை கையில இருக்கும். நான் பாவம் உள்ளவனா இருப்பேன். அப்ப என்னோட பாவத்தை யார் மன்னிக்கணும்? ஆண்டவர் மன்னிக்கணும். அவர் மன்னிக்கல அப்படின்னா எனக்கு போக முடியாது. அப்ப அவர் மன்னிக்கணும்னு நான் என்ன பண்ணணும்? மற்றவங்களை மன்னிக்கணும். பிரைஸ் தி லார்ட். ஒருவேளை தவறுகள் அவங்க பண்ணிருக்கலாம், அவங்க தப்பு பண்ணிருக்கலாம், அவங்க நம்ம நிந்திச்சு இருக்கலாம், அவங்க நம்ம மேல கோவப்பட்டிருக்கலாம். என்ன இருந்தாலும் என்ன பண்ணணும்? நம்ம மற்றவங்களை மன்னிக்கணும். பிரைஸ். அப்ப இந்த 3 காரியம் செய்யும் பொழுதுதான் தேவனுக்கும் மனுஷனுக்கும் முன்பாக குற்றமில்லாத மனசாட்சியோட எனக்கு எல்லா சமயமும். தமிழ்ல என்ன போட்டிருக்காங்க? அப்போஸ்தலர் 24:16 வாசிங்க பார்ப்போம். அப்போஸ்தலர் 24:16. எப்பொழுதும் பாத்தீங்களா? எப்பொழுதும் குற்றமற்ற மனசாட்சியை உடையவனாய் இருக்க பிரயாசப்படுகிறேன். பாத்தீங்களா? எப்பொழுதும். அப்ப எப்பொழுதும் என்ன பண்ணணும்? நம்ம குற்றமற்ற மனசாட்சியோட இருந்தா மாத்திரம்தான் ஆண்டவருடைய வரவை நம்ம என்ன பண்ண முடியுமா? எடுத்துக்கொள்ளப்பட முடியும். இல்லையா பிரதர்? ஸ்தோத்திரம். எப்போதும் மற்றவங்களை மன்னிச்சிட்டவங்களா இருக்கணும். யாரையும் மன்னிக்காம என்ன பண்ணக்கூடாது? இருக்கவே கூடாது. எல்லாரையும் மன்னிச்சிருக்கணும். யோசித்து பார்க்கணும். யாராவது மன்னிக்காம இருக்கணும் அப்படின்னா அவங்க என்ன பண்ணணும்? முழு மனசோட மன்னிச்சு. எதுக்காக? ஆண்டவர் என்ன மன்னிக்கிறதுக்காக. சோதரம் வாக்கியம் മത്തായി 6:15. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാൻ ചാലും നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുക. നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കില്ല. അപ്പൊ ദൈവം നമ്മുടെ പിഴകളെ ക്ഷമിക്കുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പാവത്തെ ക്ഷമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അവിടെ പോകാൻ പറ്റും? യേശു കർത്താവിന് വരവിൽ എനിക്ക് എങ്ങനെ എടുക്കാൻ വരാൻ പറ്റും? അപ്പോ സ്വന്തം എന്ത് ചെയ്യുവാണ്? നമ്മള് മറ്റവരെ ക്ഷമിക്കുക. മറ്റവരുടെ പിഴകൾ നമ്മൾ ക്ഷമിക്കുക. എന്തുകൊണ്ടാണ്? എന്റെ പിഴകൾ ദൈവം ക്ഷമിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുവാണ് എന്ത് ചെയ്ത് കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ നമുക്ക് നിൽക്കാൻ പറ്റും. 3 കാര്യമാണ്. ഒന്നാമത് ആദ്യമായിട്ട് ദൈവത്തോട് ഏറ്റു പറയുന്നു. രണ്ടാമതായിട്ട് ഏതെങ്കിലും മനുഷ്യർ സോദരം അവരോട് തന്നെ അവരോട് നിറപ്പ് പ്രാപിക്കണം. മൂന്നാമതായിട്ട് അവരെ പൂർണ്ണ ഹൃദയത്തോടെ അവരുടെ പിള്ളേകളെ ക്ഷമിക്കണം. അപ്പൊ ഇങ്ങനെ 3 കാര്യം നമ്മുടെ ജീവിതത്തില് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ എനക്കും പൗലോസിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിനും മനുഷ്യർക്കും മുൻപായി കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ക്ഷമിക്കാൻ പറ്റുന്ന എല്ലാ ദിവസവും. അതുകൊണ്ടാണ് കഴിയിരിക്കുന്നത്. എല്ലാ ദിവസവും. ഒരു ദിവസം ഞാൻ ക്ലിയർ ചെയ്തു അങ്ങനെ നമ്മൾ ഇരിക്കാൻ പറ്റുമോ? പിറ്റേ ദിവസം ആകുമ്പോൾ വേറെ എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ എല്ലായ്പ്പോഴും വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ക്ഷമിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരു ദിവസം കൊണ്ട് ഞാൻ ഇത് നിർത്തുന്നില്ല. എല്ലാ ദിവസവും ശ്രമിക്കുകയാണ്. എല്ലാ ദിവസവും ഇതുപോലെ ചില കാര്യം വരുമ്പോ എന്ത് ചെയ്യുക? സ്വന്തം ഇത് ക്ലീൻ ചെയ്യുക. അതെല്ലാം ക്ലീൻ ചെയ്യുകയാണ് അല്ലേ? എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് എങ്ങനെ ഈ കമ്പ്യൂട്ടറിനകത്ത് സ്വന്തം ഈ വൈറസ് അടിക്കുമ്പോ ഒരു ആന്റി വൈറസ് കയറ്റി അത് ക്ലീൻ ചെയ്യുന്നത് പോലെ അല്ലേ? ഇല്ലെങ്കിൽ ആ റീസൈക്കിൾ ബിന്നകത്ത് കുറെ ഡെലിറ്റഡ് ഫയൽസ് ഒക്കെ കയറുമ്പോൾ എന്ത് ചെയ്യും? ലാസ്റ്റ് അതെല്ലാം ഡെലിറ്റ് ചെയ്ത് ആ കംപ്ലീറ്റ് കളയുന്നത് പോലെ എന്ത് ചെയ്യും? ഇതിങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ജഡത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സോദരൻ പലപ്പോൾ എന്തായി തീരുന്നു? പിശാചിന് ഇടം കൊടുക്കുന്നവരായി തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മുടെ ജീവിതത്തില് ചില
പാപക്കറകൾ വരുന്നത് കൊണ്ട്, ചില ബലഹീനത കൊണ്ട് ഈ സ്വതന്ത്രം താഴെ വീണ് പോകുന്നത് കൊണ്ട് എന്തെയും അത് സ്വതന്ത്രം പരിശുദ്ധാത്മാവ് അത് നമുക്ക് വെളിപ്പെടുത്തി കാണിക്കുമ്പോൾ ആ നിമിഷം തന്നെ സ്വതന്ത്രം വീണ് കിടന്ന് അവിടെ ഉറങ്ങുവാണല്ലേ, അവിടെ നിന്ന് പട്ടിണി എഴുന്നേറ്റ് എന്തെയും സ്വതന്ത്രം ദൈവത്തിന് മുൻപായി, മനുഷ്യർക്ക് മുൻപായി കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ സ്വതന്ത്രം എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് സ്വതന്ത്രം ഹല്ലേലൂയ വിശുദ്ധിയോട് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ യേശു കർത്താവിന്റെ വരവിൽ നമുക്കും എടുക്കാൻ പറ്റത്തുള്ളൂ. ദൈവജനമേ, നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നമ്മളും ഭാഗമായി തീരാൻ പറ്റും. അപ്പൊ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദുഷ്പ്രവർത്തികൾക്ക് ഹൃദയത്തെ ചായ്ക്കാത്ത വണ്ണം എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്ക് മുൻപായി കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ സ്വന്തം വിശുദ്ധിയുള്ള ഹൃദയത്തോടെ നമ്മൾ ദൈവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായി തീരുകയാണ്. നമ്മുടെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ആ ക്ഷണം തന്നെ മറുപടിയാണ്. സ്വന്തം സന്ധ്യ യാഗമായി തീരുകയാണ്. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുകയാണ്. അതാണ് അർത്ഥം. നമ്മുടെ പ്രാർത്ഥനയെ അതുപോലെ ഉയർന്ന പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് നമ്മുടെ ആ സന്ധ്യ യാഗത്തെ സ്വീകരിച്ച് ധൂപത്തെ സ്വീകരിച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുന്ന ആ നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ കേട്ട വചനത്തെ പോലെ പൂർണ്ണമായി നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല എന്തെങ്കിലും ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം എന്തുവാണ് മനസ്സിലാക്കി ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി ഈ ദിവസങ്ങളായിത്തീരേണ്ടതിന് നമ്മളതിനെ പൂർണ്ണമായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. അവസാനമായി ഒരു വാക്യം വായിച്ചു നിർത്താം. 5-ാം വാക്യം വായിച്ചേ. സങ്കീർത്തനം 141:5. നീതിമാനെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്ത ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുണ്ട്. ഇവിടെ 3 കാര്യമാണ് ഇവിടെ ദാവീദ് പറയുന്നത്. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ. ഇവിടെ അടുത്ത് അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യുന്നില്ല? അപ്പോ നീതിമാന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ നമ്മെ ശാസിക്കുമ്പോൾ അതെന്തുവാണ്? അത് നമുക്ക് ദയയായിട്ടിരിക്കുക. അത് നമ്മെ ദയയാണ്. അത് നമ്മുടെ തലയ്ക്ക് എണ്ണയാണ്. അപ്പൊ ദൈവത്തിന്റെ ദാസന്മാർ ശാസിക്കുന്നത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്നില്ല, എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ ശാസിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ പോവാണ്. അപ്പോ ഈ ദൈവത്തിന് ദാസന്മാർ ദൈവത്തിന് സന്നിധിയിൽ എഴുന്നേറ്റ് നമ്മെ ശാസിക്കുന്നത് അത് നമുക്ക് എന്തുവാണ്? നമ്മുടെ തലയ്ക്ക് അത് എണ്ണയായിട്ടിരിക്കുകയാണ്. അത് ദയയായിട്ടാണ് നമ്മുടെ ദാവീദ് കാണുന്നത്, അല്ലേ? മൂന്നാമത് എന്തെയ്യത്തില്ല, ഞാൻ അതിനെ വിളക്കത്തില്ല, വിളക്കത്തില്ല, ഞാൻ റെഫ്യൂസ് ചെയ്യത്തില്ല. എന്നെ ശാസിക്കുമ്പോൾ എന്ത് ചെയ്യുവാണ്? അത് ഞാൻ പൂർണ്ണ മനസ്സോട് അത് ഏറ്റെടുത്ത് അത് എന്റെ ജീവിതത്തിലുള്ള കുറവാണോന്ന് അത് മനസ്സിലാക്കി ആ ഒരു കുറവിലേക്ക് തന്നെ പുറത്തു വരുവാണ്. എന്തെയ്യണം? ഈ ദിവസങ്ങള് ദൈവത്തിന്റെ സ്ഥലമേ സമർപ്പിക്കണം. അത് നമ്മുടെ തലയ്ക്ക് എണ്ണയാണ്, തലയ്ക്ക് അഭിഷേകമാണ്, അത് നമുക്ക് ദയയാണ്. കൈൻഡ്നെസ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ദയ എന്ന് പറയുമ്പോൾ എന്തുവാണ്? സ്വന്തം ദയ എന്ന് പറയുമ്പോൾ എന്തുവാണ്? നമ്മൾ കരുണ കാണിക്കുന്നത് പോലെ. അതായത് എന്തുവാണ്? എന്റെ കുറവുകള് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? കാണുമ്പോൾ നല്ലതാണ്, അല്ലേ? കാണുമ്പോൾ പുറത്ത് കാണുമ്പോൾ എല്ലാം നല്ല വിശ്വാസി തന്നെയാണ്. എന്നാൽ പരിശുദ്ധ ആത്മാവ് ദേവദാസന്മാരിലൂടെ ചിലപ്പോൾ ചിലപ്പോൾ വ്യക്തിപര പേര് പറഞ്ഞ് പറയുന്നതായിരിക്കും, ഇല്ലെങ്കിൽ
പൊതുവായിട്ട് വചനത്തിലൂടെ പറയുന്നതായിരിക്കാം. എന്നാൽ അപ്പൊ അത് എന്റെ ജീവിതത്തിലാണോ നമ്മൾ ശോധന ചെയ്തുകൊണ്ട് എന്നെ കുത്തി പറയുക, എനക്കെതിരായിട്ട് പറഞ്ഞതാണ് സ്വന്തം ദേവദാസന് എന്നെ കുത്തി പറയുകയാണ്. അങ്ങനെ റിബൽലിയസ് ആയിട്ട് മാറാനല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ തല അതിന് വിലക്കത്തില്ല, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? ദയയായിട്ട് ദൈവന്റെ മീത് കാണിക്കുന്ന ആ ദയയായിട്ട് കരുതി ആ സ്വന്തം ദൈവദാസന്മാരെ ശാസിക്കുന്നത് ആ വിഷയം എന്തുവാണ് മനസ്സിലാക്കി, അത് എന്റെ തലയ്ക്ക് എണ്ണയാണ് മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ആ വിഷയത്തിന് മീത് ഒരു മാനസാന്തരം ലഭിക്കുവാൻ നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യാണ്? ദൈവമേ അനുഗ്രഹിക്കുകയാണ്. ദൈവമേ അനുഗ്രഹിക്കുകയാണ്. സ്വന്തം പ്രൈസ് ദി ലോർഡ്. സ്വന്തം. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്തായിത്തീരണം? നമ്മൾ വായിച്ച് കേട്ടതുപോലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവദാസന്മാർ ശാസിക്കുമ്പോൾ അവർക്കെതിരായിട്ട് പിറുപിറുക്കുവാണല്ല. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അവർക്കെതിരായിട്ട് സ്വന്തം ഹല്ലേലൂയ ദേഷ്യപ്പെടുവാണല്ല. അത് എന്റെ ദയ, എനിക്ക് ദൈവം നൽകി തരുന്ന ഒരു ദയയായിട്ട് അത് മനസ്സിലാക്കി. അത് എനിക്ക് എന്റെ തലയ്ക്ക് ഒരു എണ്ണയാണ്, അത് എന്റെ തലയ്ക്ക് ഒരു അഭിഷേകമാണ് എന്ന് മനസ്സിലാക്കി സ്വന്തം അത് വിളക്കാത്ത വണ്ണം ആ കേൾക്കുന്ന ആ ശാസനെ മനസ്സിലാക്കിക്കൊണ്ട് അത് എന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിന് സന്നിധി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻ ഈ ദിവസം നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ച് നമ്മെ വഴി നടത്തുവാൻ ദൈവജനമേ പൂർണ്ണമായി നമ്മളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളെ സ്വതന്ത്രം നമ്മുടെ പ്രാർത്ഥന ഏത് ലെവലിലായിരിക്കുന്നത് നമ്മളെ തന്നെ ശോധന ചെയ്യാം. എന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അത് ധൂപമായും പ്രൈസ് ദി ലോർഡ് സ്വതന്ത്രം ഹല്ലേലൂയ അത് ഒരു സന്ധ്യായാഗമായും തീരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അത് ദൈവത്തിന് അറുപ്പായിരിക്കുന്നതുകൊണ്ട് നമ്മളെ തന്നെ ശോധന ചെയ്യാവോ? പ്രൈസ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് ധൂപമായി തീരേണ്ടതിന് ഹല്ലേലൂയ കേട്ട വചനത്തെ പോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിനും മനുഷ്യർക്കും മുൻപായി കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ ഉണ്ടായിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ എല്ലാവരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അത് ധൂപമായി തീരും, അത് ഒരു സന്ധ്യായാഗമായി തീരും. പൂർണ്ണമായി നമ്മൾ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. കേട്ട വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. എല്ലാവരും ദൈവത്തിൽ എഴുന്നേൽക്കും.